മിനി സ്വിറ്റ്സർലൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പുൽത്തകിടിയാണ് മിനി സ്വിറ്റ്സർലൻഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണുന്ന ചുറ്റും പൈൻ മരങ്ങളൊക്കെ നിൽക്കുന്ന ഒരു പുൽത്തകിടി, ഏക്കറക്കണക്കിന് സ്ഥലത്ത് ഒരു പുൽത്തകിടിയാണ്. അതൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കണ്ട ആൾക്കാർക്ക് ഇവിടുത്തെ കാശ്മീരി ഡ്രസ്സൊക്കെ ഇട്ട് ഫോട്ടോ എടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൂടാണ്ട് ഇവിടെ റോപ്പ് വേ ഉണ്ട്. റോപ്പ് വേ തന്നെ അങ്ങനെ നമ്മൾ ഗുൽഗമാർഗിൽ കണ്ടാൽ മറ്റേ റോപ്പ് വേ അല്ല, ജസ്റ്റ് നമ്മൾ ഒരു നമ്മൾ കെട്ടി ഞാന്നിട്ട് ജസ്റ്റ് ഇവിടെ ഒരു എൻജോയ്മെൻറ്റ്, ചെറിയൊരു പരിപാടി, അത്ര എക്സ്പെൻസീവ് ഒന്നുമല്ലാത്ത ഒരു പരിപാടിയാണ്. പിന്നെ കണ്ടാൽ ബോളിൻ്റെ ഉള്ളിൽ കിടന്ന് തിരിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇങ്ങനെ ഉരുണ്ട് പോകുന്ന സൈസ് ബോൾ കളിയല്ല, അതിനകത്തൊരു പേര് പറയട്ടെ, അത് ഓർമ്മയില്ല, മനസ്സിൽ നിന്ന് പോയി. അപ്പോൾ അങ്ങനത്തെ പരിപാടികളും ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് എൻജോയ്മെൻറ്റ്സൊക്കെ ഇവിടെ ഉണ്ട്. അതേമാതിരി അതിമ ചാടാൻ പിള്ളേർക്ക് ഇങ്ങനെ ചാടി കളിക്കാനും ഒക്കെ പറ്റുന്ന ഒരു സ്ഥലമാണ്. ജസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം നമ്മൾ ഫുള്ളി ഒരു കാലാവസ്ഥയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ മിനി സ്വിറ്റ്സർലൻഡ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗം. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ അധികം ടൂറിസ്റ്റുകളായിട്ടില്ല ഇപ്പോൾ, കാരണം ഇവിടെ ഇപ്പോൾ ഒരു റെയിനി സീസണിൻ്റെ ഒരു ഭാഗമാണ്. ഇന്നലെ മഴ പെയ്തു കാരണം ഇവിടെ കുറച്ചൊരു മഴയും കാരണം ആ പുല്ലൊക്കെ ഒന്ന് നനഞ്ഞിരിക്കുകയാണ്. അതേമാതിരി വരുന്ന വഴിയൊക്കെ കുറച്ചൊരു മോശപ്പെട്ട ഒരു വഴിയായിരുന്നു. അതാണുള്ള ഒരു പ്രശ്നം. ആക്ടിവിറ്റീസിലൊന്നും പിള്ളേരില്ല, കാരണം പിള്ളേരൊന്നും ഇന്നുണ്ട്, പിള്ളേർക്കൊക്കെ വരാൻ തന്നെ എളുപ്പമല്ല. കാരണം ഈ കുതിരപ്പുറത്ത് ചാടി വരിക എന്ന് പറഞ്ഞാൽ കുറച്ച് ധൈര്യം വേണം. ആ ചളിയിൽ കൂടെയൊക്കെ ഇപ്പോൾ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ മഴ ഇല്ലാച്ചെങ്കിൽ അത്ര വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഇന്നലെ മഴ പെയ്തതാണ് ആകെ നാശമായത്. ഞങ്ങളിപ്പോൾ വന്നിട്ട് 4 ദിവസമായി. ഈ 4 ദിവസത്തിൽ ഇന്നലെയാണ് ഒന്ന് മഴ പെയ്തിട്ട് ഒന്ന് എന്താ ഭാഗത്തിന് ഇന്ന് മഴയില്ല, കാരണം രക്ഷപ്പെട്ടു. ഇനി ഞങ്ങൾ 2 ദിവസം കൂടി ഉള്ളു കഴിഞ്ഞാൽ മടങ്ങിയായി. 2 ദിവസം കൂടി മഴ ഇല്ലാണ്ട് കിട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമില്ലാണ്ട് ഞങ്ങൾക്ക് കാശ്മീർ കണ്ടെന്ന് പറയാം മാത്രം. ഓക്കെ, ഇനി മഞ്ഞിൻ്റെ സീസണിൽ വേറെ വരണം. അപ്പോൾ വേറൊരു കാശ്മീരാണ് കേട്ടോ കാണാൻ. ഇപ്പോഴത്തെ കാശ്മീരല്ല, മഞ്ഞിൻ്റെ സീസണിൽ വന്നു കഴിഞ്ഞാൽ ഇതാണ് റോപ്പ് വേ. കണ്ട റോപ്പ് വേയിൽ ആൾക്കാർ പോകുന്നു. കുതിരപ്പുറത്താണ് വന്നത്. ആ കുതിരപ്പുറത്തുള്ള യാത്ര ഒരു 1.5 യാത്രയാണ്. കാരണം അത്രയും കച്ചറ, ചളി കൂടെ കട്ടയും കഴിക്കാനും അതിൻ്റെ ഇതുണ്ട്. അത് കാണിച്ചു തരാൻ ഞങ്ങൾക്ക് അത്ര ഉണ്ടാ. ഞങ്ങൾ വന്ന വഴി കാണുന്നത് ഇത് ചില സ്ഥലത്തെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മഞ്ഞുരുകിയിട്ടുള്ള വെള്ളം ഒലിച്ചിട്ട് ആകെ ചളിയും കട്ടയൊക്കെ ആയിട്ടാണ് കാണുക. അതുമാത്രമല്ല ഇതായി കൂടെ ഇങ്ങനെ കഷ്ടപ്പെട്ട് വരുമ്പോൾ നമുക്ക് തന്നെ വിഷമമാവെന്ന് മാത്രമല്ല നമ്മൾ പേടിച്ചിട്ട് തന്നെ വരുന്നത്. എപ്പോഴാണ് കെട്ടിമറിഞ്ഞ് വീഴാന്നറിയില്ല. കെട്ടിമറിഞ്ഞ് വീണ് കഴിഞ്ഞാൽ കുതിരയും നമ്മളൊക്കെ കൂടി ചളിയിലേക്കും ഈ വെള്ളത്തിലേക്കൊക്കെ വീഴും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിറച്ചിട്ട് തന്നെയാണ് ഈ കുതിരപ്പുറത്തുള്ള ഒരു യാത്ര ഞങ്ങൾ ഈ മിനി സ്വിറ്റ്സർലൻഡിലേക്ക് വന്നത്. അതുമാത്രമല്ല നമ്മളൊക്കെ ഏറ്റവും ആദ്യമായിട്ടാണ് ഈ കുതിരപ്പുറത്ത് കയറുന്നത്. അതും ഇത്രയും ലോങ്ങൊക്കെ കുതിരപ്പുറത്ത് ആദ്യമായിട്ട് യാത്ര ചെയ്യാന്ന് പറയുമ്പോൾ ശരിക്കും